ഇന്ത്യയിൽ ഒരിടത്തും എനിക്കെതിരെ പരാതിയില്ല. താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജിയെന്ന് വാദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ന്യൂസ് 18 പുറത്തുവിടുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി. തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്ന തുറന്നു പറച്ചിൽ നടത്തുന്നത് ട്രാൻസ്ജെൻഡർ യുവതി അവന്തികയാണ്. ന്യൂസ് 18 അവന്തിക ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഇനി പരാതിയില്ലെന്ന് പറയുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അറിയേണ്ടത്. അവന്തിക പറയുന്നു തന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ബന്ധപ്പെടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ ഇന്ന് രാവിലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. താൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്. തന്റെ ജീവന് ഭീഷണിയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് താൻ പറയാൻ മടിച്ചത് എന്നതാണ് ട്രാൻസ് യുവതി പറയുന്നത്, അവന്തിക പറയുന്നത്. BJP നേതാവും ആക്ടിവിസ്റ്റുമാണ് അവന്തിക ന്യൂസ് 18 ഈ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. താൻ ഇതൊക്കെ BJP നേതാവിനോട് തുറന്നു പറഞ്ഞിരുന്നു എന്നും അവന്തിക പറയുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അവന്തിക പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതിയുടെ തുറന്നു പറച്ചിൽ ന്യൂസ് 18 ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല സമൂഹത്തിൽ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകണമെന്ന് നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്ത് വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുമായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ടല്ലേ?
തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹൂയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നിങ്ങളുടെ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഇല്ല, ഇത് സമൂഹം അറിയണമല്ലോ. കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു MLA പറയാണ്, ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത് എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അയാൾ അന്ന് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദമായിരുന്നു. അത് പിന്നീട് ഈ രീതിയിലെ വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. ഞാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തു. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല അല്ലെ? ഇല്ല, കാരണം നമ്മൾ അറിയാലോ ഇയാളെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്തായും അവസ്ഥ എന്നുള്ള ഭവിഷ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇത് സമൂഹം അറിയണം. കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഒന്നുമല്ല, റേപ്പ് ചെയ്യണം എന്നാണ്. അയാൾ റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റേപ്പ് ചെയ്യണ പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് പറയുകയായിരുന്നു, മെസ്സേജ് അയക്കുകയല്ല, പറയുകയായിരുന്നു അല്ലെ? മെസ്സേജ് അയച്ചത് അത് വോയിസ് മെസ്സേജ് ആണ്. പക്ഷെ അത് ഡിസപ്പയറിംഗ് മെസ്സേജ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതാണ് ടെലഗ്രാമിന്റെ ഒരു പോളിസി. ശരി ശരി. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. കേരളത്തിന്റെ മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു, ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി